നമസ്കാരം. പണത്തിന് ആവശ്യം ഇല്ലാത്തവരായി ആരുമില്ല. എത്ര തന്നെ പണം ലഭിച്ചാലും അത് പോരാ എന്ന ചിന്ത ചിലർക്കുണ്ട്. ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും പണം ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളത് വാസ്തവമാകുന്നു. കൂടാതെ ഈ സമയം കടത്താൽ വലയുന്നവർ അനേകം തന്നെയാകുന്നു. ഒരു കടം വീട്ടിയതിനു ശേഷം ഉടനെ അടുത്ത കടം വാങ്ങേണ്ടതായ അവസ്ഥ പലരും ഇന്ന് നേരിടുന്നതാണ്. കൂടാതെ ചിലർക്ക് കടമായി കൊടുത്ത പണം തിരികെ ലഭിക്കാത്തതായ അവസ്ഥയാലും വലയുന്ന സ്ഥിതി ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. സ്ഥലം വിൽക്കാനോ സ്വർണം പണയം വച്ചത് തിരിച്ചെടുക്കാനോ സാധിക്കാത്ത അവസ്ഥയിലൂടെയാകാം അനേകം പേർ കടന്നു പോകുന്നത്. ഇതിൽ നിങ്ങളുടെ കയ്യിൽ പണം നിലനിൽക്കാത്തതിനുള്ള അവസ്ഥ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് പിന്നിൽ അനേകം കാരണങ്ങൾ ഉണ്ടാകാം. ഇതിൽ ഏതെന്ന് കൃത്യമായി പറയുക എന്നത് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാതെ പ്രയാസകരം തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പണം കയ്യിൽ എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നും എപ്പോഴും നിങ്ങളിലേക്ക് പണം വന്നു ചേരുവാൻ ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇത് പൊതുവായ ഒരു കാര്യം തന്നെയാണ് എങ്കിലും ഇതിൽ പറയുന്നത് പോലെ ചെയ്താൽ ഉറപ്പായും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സമ്പത്തിന്റെ അധിപയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ചില തെറ്റുകളെ കുറിച്ചാണ്. ശുദ്ധിയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട വസ്തുവാണ് പണം. ഐശ്വര്യം തന്നെയാണ്, അല്ലെങ്കിൽ ദൈവികമായ ഒരു വസ്തു തന്നെയാണ് പണം. ഇതിനാൽ ഒരിക്കലും ശുദ്ധിയില്ലാതെ, അതായത് അഴുക്കുള്ള കൈകളാലും മറ്റും ഒരിക്കലും പണത്തെ സ്പർശിക്കരുത് എന്നാണ് പറയുക. സാലറി കയ്യിൽ കിട്ടുന്ന ദിവസം ATM-ൽ നിന്നോ ബാങ്കിൽ നിന്നോ പണം എടുക്കാൻ പോകുന്നവർ കുളിച്ച് ശുദ്ധിയോടെ പോകുന്നതാണ് ഏറ്റവും ശുഭം. ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങളോ കീറിയ വസ്ത്രങ്ങളോ ധരിച്ച് പണം കൈകാര്യം ചെയ്യരുത് എന്നുള്ളതാണ് വാസ്തവം. ഈ തെറ്റ് ചെയ്താൽ പണം കയ്യിൽ നിൽക്കില്ല എന്നതാണ് വാസ്തവം. ഒരു പക്ഷേ എത്ര തന്നെ പണം കയ്യിൽ വന്നാലും പലവിധ ചെലവുകളാൽ പണം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥയാണ് ആ വ്യക്തികൾക്ക് ഉണ്ടാവുക. പണം മഹാലക്ഷ്മി തന്നെയാണ്. അതിനാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പണം കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഒരുമിച്ച് വീട്ടിൽ പണം സൂക്ഷിക്കുമ്പോൾ എല്ലാ പണവും ഒരുമിച്ച് വയ്ക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിത്യ ഉപയോഗത്തിലുള്ള പണം വടക്ക് കിഴക്ക് ദിശയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിത്യ ആവശ്യത്തിനല്ലാത്തതായ പണം, സ്വർണം എന്നിവ വീട്ടിലെ കന്നിമൂലയിൽ നിങ്ങൾ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും വിശേഷം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ അനാവശ്യമായ ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ക്രമേണ കുറഞ്ഞ് വരുന്നതാണ്. പണം കയ്യിൽ നിൽക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ബഹുമാനത്തോടെ മാത്രമേ പണത്തെ കൈകാര്യം ചെയ്യുവാൻ പാടൂ. ഒരിക്കലും പണത്തെ അപമാനിക്കുകയോ നിഷിക്കുകയോ ചെയ്യരുത്. വലിച്ചെറിയുക, ചവിട്ടുക, താഴെയിടുക തുടങ്ങിയ കാര്യങ്ങൾ പാടുള്ളതല്ല. അറിഞ്ഞുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും പണം ക്രമേണ കുറയുന്നതായി അനുഭവപ്പെടും. കയ്യിൽ പണം നിൽക്കാത്തതായ സാഹചര്യം അവർക്ക് വന്ന് ചേരുന്നതുമാണ്. എപ്പോഴും ബഹുമാനത്തോടെ മാത്രമേ പണത്തെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ധാരാളം പണം. അപ്രതീക്ഷിതമായി ധാരാളം പണം നിങ്ങളുടെ കൈകളിൽ വന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പണം ആദ്യം നിങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുക. വിഗ്രഹങ്ങൾ, ചിത്രങ്ങളോടൊപ്പം വയ്ക്കരുത്. ഒരുമിച്ച്, അതായത് ഒരു പടി താഴെയായി വയ്ക്കുക. ചിത്രത്തിന്റെ തുല്യമായി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാൽ ഒരു പടി താഴെയായി തറയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം. തറയിൽ എന്ന് പറയുമ്പോൾ ഒരു തുണി വിരിച്ചോ അല്ലെങ്കിൽ പേപ്പറിന് മുകളിലായോ പട്ടിന് മുകളിലായോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഇടത്ത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണവുമായി ബന്ധപ്പെട്ട ദൃഷ്ടിദോഷം, കണ്ണേറ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ്.
പണം ഇരട്ടിക്കുവാൻ അല്ലെങ്കിൽ പല വഴികളിലൂടെ വീണ്ടും പണം നിങ്ങളുടെ കൈവശം വന്നു ചേരുവാൻ അത് സഹായകരമായി തീരും. നോട്ടും നാണയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരുമിച്ച് വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല. രണ്ടിനും വ്യത്യസ്തമായ എനർജിയാണ് ഉള്ളത്. അതിനാൽ സെപ്പറേറ്റ് ആയി തന്നെ ഇവ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. കേടായ പണം അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചതായ പണം മറ്റു പണത്തോടൊപ്പം സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. കൂടാതെ ചില വസ്തുക്കൾ പണത്തിനോടൊപ്പം, അതായത് 1 രൂപയായിരുന്നാൽ പോലും വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇവയെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. ബില്ല്, അതായത് അടച്ചതായാലും അല്ലാത്തതായ ബില്ലാണ് എങ്കിലും നിങ്ങൾ ഒരിക്കലും പണത്തോടൊപ്പം സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. മരുന്നുകൾ പണത്തിനോട് ചേർന്ന് വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് അനാവശ്യമായ ചിലവ്, ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥയ്ക്ക് കാരണമായി തീരും. മൂർച്ചയേറിയ വസ്തുക്കൾ ഒരിക്കലും പണത്തോടൊപ്പം വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് ശത്രുദോഷം വന്നു ചേരുന്നതിനും പണം നഷ്ടം സംഭവിക്കുന്നതിന്, ധനനഷ്ടം സംഭവിക്കുന്നതിന് കാരണമായി തീരും. കേടായ ചിത്രങ്ങൾ ഒരിക്കലും പണത്തോടൊപ്പം സൂക്ഷിക്കാൻ പാടുള്ളതല്ല. ആ വ്യക്തികളുടെ ജീവിതത്തിൽ പണം നിലനിൽക്കില്ല എന്നാണ് പറയുക. ശുഭകരമല്ല എന്നുള്ളതാകുന്നു. ഇനി പണം എന്നെന്നും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനുള്ള ആ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇത് വിശ്വാസത്തോടു കൂടി മാത്രമേ നിങ്ങൾ ചെയ്യുവാൻ പാടൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഫലം കാണില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊരു കുബേര കോഡായി പരാമർശിക്കുവാൻ സാധിക്കും. ഒരു പ്രത്യേക നമ്പറാണ്. ഇതിന്റെ പ്രത്യേകതയായി പരാമർശിക്കുന്നത് കടബാധ്യതകൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ്. ഇന്നോ നാളെയോ അല്ല, പടിപടിയായി നിങ്ങൾക്ക് കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. നൽകിയതായ പണം, കൊടുക്കേണ്ടതായ പണം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. നൽകിയ പണം തിരികെ ലഭിക്കാം. കൊടുക്കേണ്ടതായ പണം നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. എപ്പോഴും കൈകളിൽ പണം നിലനിൽക്കും എന്നതാണ് മറ്റൊരു വാസ്തവം. മറ്റൊരു കാര്യം, പല വഴികളിലൂടെയും പണം വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങാവുന്നതാണ്. പണം കൈകളിൽ ഇരട്ടിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കയ്യിൽ എത്ര പണം ഉണ്ടായിരുന്നാലും അത് ഇരട്ടിയാവുകയോ അല്ലെങ്കിൽ ഇരട്ടിപ്പിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ് പരമാകാം, തൊഴിൽ പരമാകാം, അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും അത് നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പണം അത് നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തേടി വരും എന്നുള്ളതാണ്. മന്ത്രം അതോടൊപ്പം ഈ നമ്പറാണ് കുബേര കോഡായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുക. ഇതിൽ മന്ത്രം വരുന്നതിനാൽ വിശ്വാസത്തോടെയും ശുദ്ധിയോടെയും മാത്രമാണ് ഈ കോഡ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. നീല അല്ലെങ്കിൽ പച്ച മഷിയിൽ നിങ്ങൾക്ക് ഈ മന്ത്രം എഴുതാം. ആവശ്യമായിട്ടുള്ളത് വൃത്തിയുള്ള ഒരു പേപ്പറാണ്. മറ്റൊരു എഴുത്തും ഈ പേപ്പറിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. സമയത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. സമയം എന്ന് പറയുന്നത് അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപാണ് എങ്കിലും നിങ്ങൾക്ക് ശുദ്ധിയോടെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ബ്രാഹ്മമുഹൂർത്തത്തിന് പ്രത്യേകതയുണ്ട്. ദൈവികമായ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഒരു സമയം എന്ന പ്രത്യേകതയാണ് ബ്രാഹ്മമുഹൂർത്തത്തിനുള്ളത്. ഈ സമയം നിങ്ങൾ ഉണർന്ന് കുളിച്ചതിന് ശേഷം ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിലൂടെ നിങ്ങൾക്ക് ഉയർച്ച മാത്രമാണ് ഫലമായി ലഭിക്കുക. അതിനാൽ ഈ സമയം ഈ കോഡ് എഴുതുവാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇനി അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ജീവിത സാഹചര്യത്താലോ മറ്റു കാരണങ്ങളാലോ ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കാത്തവരാണ് എങ്കിൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപായി ഇത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിലെ ദൈവിക ശക്തികൾ പ്രപഞ്ചത്തിലെ ദൈവിക ശക്തിയുമായി ഒരു കണക്ഷൻ വരുത്തുകയും അതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഇനി കുബേര കോഡിനെ കുറിച്ച് പരാമർശിക്കാം. ക്ലീം എന്നാണ്. ഇതൊരു ബീജാക്ഷരമാകുന്നു. അതായത് നാം കേൾക്കുന്ന രീതിയിൽ ആദ്യം ക്ലീം എന്ന് എഴുതുക,
നിങ്ങൾ കേൾക്കുന്ന, അതായത് സ്വയം കേൾക്കുവാൻ സാധിക്കുന്ന ആ ശബ്ദത്തിൽ ക്ലീം എന്ന് എഴുതുക. ഇനി പറയുന്ന നമ്പർ ക്ലീം എന്ന ആ ബീജാക്ഷരത്തിന് താഴെയായി എഴുതണം. നമ്പർ ഇപ്രകാരമാകുന്നു: 54479559 എന്ന നമ്പറാണ്. അതായത് 544 7959 എന്ന നമ്പറാകുന്നു. ഇത്തരത്തിൽ ക്ലെയിം എന്ന് എഴുതിയതിനു ശേഷം 544 7959 എന്ന കോഡ് നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതണം. ശേഷം ഈ കോഡ് പേഴ്സിൽ നിങ്ങൾക്ക് വയ്ക്കാം. പണം സൂക്ഷിക്കുന്ന പേഴ്സിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ അലമാരയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു വയ്ക്കാം. ഒരു തവണ മാത്രം ഇങ്ങനെ ഒട്ടിക്കണം എന്നില്ല. ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്രകാരം ഒട്ടിക്കാം. പ്രധാന വാതിലിന് പിന്നിലായി ഒട്ടിക്കാം. കൂടാതെ കസേരയുടെ പുറകിൽ, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കസേരയുടെ പുറകിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് ആവശ്യത്തിന് ഇരിക്കുന്നതായ കസേരയുടെ പുറകിൽ നിങ്ങൾക്ക് ഇപ്രകാരം ഒട്ടിക്കാം. അങ്ങനെ എവിടെ വേണമെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഇനി ഒട്ടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മടക്കി വയ്ക്കാവുന്നതുമാണ്. അത് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന ഇടത്തോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ആ ഭാഗത്തോ, അതായത് നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് വിരിപ്പിലോ നിങ്ങൾക്ക് ഇപ്രകാരം നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. 90 ദിവസം ഇവ ഒട്ടിച്ചിടത്തു നിന്നും കളയാതെ, അല്ലെങ്കിൽ വച്ചിടത്തു നിന്നും കളയാതെ നിങ്ങൾ സൂക്ഷിക്കണം. അതിനു മുൻപ് ഇത് കേടാവുകയാണ് എങ്കിൽ, കേടുപാടുകൾ സംഭവിക്കുകയാണ് എങ്കിൽ മാറ്റാവുന്നതാണ്. എന്നാൽ അതത്ര ശുഭകരമല്ല എന്നുള്ളതാണ് വാസ്തവം. ശേഷം 90 ദിവസ സമയത്തിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതുമാണ്. അതിശക്തിയാർന്ന ഒരു രഹസ്യമാണ്. വളരെ ശക്തിയുള്ള ഒരു കാര്യം തന്നെയാകുന്നു. അതിനാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും. ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ കർമ്മഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. കർമ്മഫലം അനുകൂലമാണ് എങ്കിൽ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഫലം ലഭിക്കുക. 2 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിച്ചു എന്ന് വരാം. ചിലർക്കത് 1 മാസമാകാം. അത്തരത്തിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മഫലം അനുസരിച്ച് വന്നു ചേരാം. എന്നാൽ പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്യുകയും ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.